ഉപവാസത്തിൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നോമ്പിൻ്റെ 18ാമത്തെ ദിവസത്തെ സന്ദേശവുമായിട്ടാണ് ഏഷ്യ ബഹ്റൈൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന സന്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യമായ ദൗത്യം. മനുഷ്യർക്ക് പ്രയോജനപ്പെടും. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ ധർമ്മത്തെക്കുറിച്ച് പറയും. ഇസ്ലാമിൽ 2 തരം ധർമ്മങ്ങളാണുള്ളത്. ഒന്നിന് സക്കാത്ത് എന്ന് പറയും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതായത് നിർബന്ധമായിട്ടും അവൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്, അവൻ അത് ചെയ്തില്ലെങ്കിൽ വിശ്വാസി അല്ല എന്നാണ് പ്രമാണം. അതിനെ സക്കാത്ത് എന്ന് പറയും. സദക്ക എന്നും പറയുന്നതിന് ഖുർആൻ്റെ വാക്കുകളിൽ സദക്ക എന്നാണ്. ഇത് ഒരു വിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന, നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത കർമ്മമാണിത്. നമസ്കാരം പടച്ചവൻ്റെ പാർട്ട്, മറ്റത് മനുഷ്യൻ്റെ പാർട്ട്. ഒരു കോയിൻ്റെ 2 ഭാഗം പോലെ. യഥാർത്ഥത്തിൽ ഈ ധർമ്മത്തിന് അറബി ഭാഷയിൽ സദക്ക എന്നാണ് പറയല്. ഇതിൻ്റെ റൂട്ട് വേർഡ് സിദ്ക്ക് എന്നാണ്. സിദ്ക്കിൻ്റെ അർത്ഥം സത്യസന്ധത എന്നാണ്. അതായത് പണ്ട് ഈ ഖുർആൻ്റെ ഭാഷയിൽ ഒരുത്തൻ യഥാർത്ഥമായ വിശ്വാസി എന്നുള്ളതിൻ്റെ അടയാളമാണ് അവൻ സമ്പാദിച്ചുണ്ടായ കാശിൽ നിന്നും അവൻ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അവൻ ഒരു യഥാർത്ഥ വിശ്വാസ്യമാണ്. ബാഹ്യമായിട്ടുള്ള വിശ്വാസമല്ല, അവൻ ആന്തരികമായിട്ടും, അതായത് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണലി ഈസ് എ ട്രൂ ബിലീവർ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. സ്വന്തം കാശ് പാവപ്പെട്ടവന് കൊടുക്കാം. അപ്പോൾ ഈ ധർമ്മം എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ കാശ്, അവനുണ്ടാക്കിയ കാശ് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുക. ഇത് 2 രീതിയിലാണ്. ഒന്ന് കമ്പൽസറി, ഇതിനെ സക്കാത്ത് എന്ന് പറയും. ഇതിന് ഒരുപാട് ആളുകൾ അർഹതരാണ്. അതിൻ്റെ ഫസ്റ്റ് ഫക്കീറും മിസ്കീനും. 2 തരം ദാരിദ്ര്യവാസി എന്ന് നമുക്ക് പറയാം. 2 തരം ജീവിതത്തിൽ കുറവുള്ള ആളുകളെ ഖുർആൻ കാണുന്നുണ്ട്. ഒന്നിനെ ഫക്കീർ എന്ന് പറയും, വേറൊന്നിനെ മിസ്കീൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദരിദ്രരിൽ തന്നെ 2 കൂട്ടരെ, ഒന്ന് ദരിദ്രന്മാർ, വേറൊന്ന് അഗതികൾ എന്ന് പറയും. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫക്കീറിനെയും മിസ്കീനിനെയും കൂടി ചേർക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയാവുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കേൾക്കുവാൻ റബ്ബ് തൗഫീക്കിനെ തരുമാറാകട്ടെ. ഏഷ്യ ബഹ്റൈൻ്റെ പ്രേക്ഷകർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.